കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. ആരാരോട് പറയും എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എല്ലാവർക്കും എല്ലാം പറയണമെന്നുണ്ടെങ്കിലും ആർക്കും ആരോടും ഒന്നും പറയാൻ മേലാത്ത അവസ്ഥ. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ഒരു കൂട്ടർ ഇറങ്ങുമ്പോൾ നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും കയറി ഇറങ്ങി നിരങ്ങി നീങ്ങി തിരിച്ചു വരുന്നവരെ പാർട്ടിയിലേക്ക് കുടിയിരുത്തി വാഴിക്കുന്നതാണ് മറ്റൊരു കൂട്ടരുടെ പരാതി. കേരളത്തിലെ ഒട്ടുമിക്ക പാർട്ടികളിലും അംഗത്വം എടുത്ത് പോരാത്തതിന് സ്വന്തമായി പാർട്ടിയും തുടങ്ങി അതും പൊളിച്ചടുക്കിയിട്ട് വീണ്ടും കേരള കോൺഗ്രസിൽ അഭയം പ്രാപിക്കുമ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടി എന്താണ്, അവശന്മാരെയും ആലംബഹീനരെയും പരിപാലിക്കുന്ന ശരണാലയം വലുതുമാണോ എന്നാണ് പാർട്ടിക്കാർ ചോദിക്കുന്നത്. നല്ല പ്രായം മുഴുവൻ കേരള കോൺഗ്രസ് പാർട്ടിയെയും കെ എം മാണിയെയും തെറിപ്പാട്ടും പാടി പൊങ്കാലയിട്ട് നടന്നവർ അദ്ദേഹത്തിന്റെ കാലശേഷം തിരികെ വന്ന് ജോസ് കെ മാണിയുടെ കാല് പിടിച്ച് വന്നു കയറുന്നത് തീന്മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണം കണ്ടുകൊണ്ട് മാത്രമാണ്, മറ്റൊന്നുമല്ല. ഇങ്ങനെ വളഞ്ഞു വഴി പാർട്ടിക്കുള്ള ഭരണത്താൽ പങ്കാളിത്തം നേടാൻ വരുന്നവന്മാരെ പടിക്ക് പുറത്തു നിർത്താൻ ജോസ് കെ മാണി ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്നാണ് പലരും പറയാതെ പറയുന്നത്. ഏത് പോലീസ് തന്നെ ഒരർത്ഥം പറ്റും, അത് സ്വാഭാവികം. ഇതൊന്നല്ല രണ്ടല്ല പലതുണ്ടായിട്ടും പഠിക്കുന്നില്ല. ഇതിലെല്ലാം രസം ഈ അഭയാർത്ഥികളെ എല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നത് താക്കോൽക്കാരനാണെന്നാണ് ഏറെ രസം. കേരള കോൺഗ്രസ് പാർട്ടി ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയപ്പോഴെങ്കിലും കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പലരും കരുതിയിരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ കേഡർ പാർട്ടിയാകുമെന്നും അതോടുകൂടി പാർട്ടി അടിത്തറ വികസിപ്പിക്കുമെന്നും ഒക്കെ ആയിരുന്നു ഒരിക്കൽ പറഞ്ഞിരുന്നത്. എന്നാൽ കേഡർ സ്വഭാവത്തിൽ ആകെ മാറ്റം വന്നത് പാർട്ടി ലെവി ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ മാത്രം. അത് കൃത്യമായി ചോദിച്ചു വാങ്ങാനും പാർട്ടി പരിപാടികൾ കാണുന്നു പറഞ്ഞ് പിരിവുകൾ നടത്താനും മാത്രമുള്ള ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ. പിന്നെ മറ്റൊരു കാര്യം കൂടി നടന്നു. കമ്മിറ്റി കൂടുമ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വിഴുപ്പലക്കും. തീരുമാനമൊന്നുമില്ല. ഓരോരുത്തർക്കും പറയാനുള്ളത് പറഞ്ഞ് മനസ്സുഖം നേടും. ആ ഈരടികൾ കേട്ട് കോട്ടുവായിട്ട് കുറച്ചുപേർ ഉറങ്ങുന്നത് നിത്യ കാഴ്ചയാണ്. കമ്മിറ്റി കൂടുമ്പോൾ 2021 മുതൽ 26 വരെയുള്ള പാർട്ടിയുടെ 5 വർഷത്തെ ഭരണ നേട്ടമെന്ന് പറയുന്നത് കേവലം 5 MLA-മാരും ഒരു രാജ്യസഭാ മെമ്പർ, 5 കോർപ്പറേഷൻ ചെയർമാൻമാരും വിരലിലെണ്ണാൻ പോലും ഇല്ലാത്ത ബോർഡ് മെമ്പർ സ്ഥാനങ്ങളും മാത്രമാണ്. ഇതെല്ലാം പാർട്ടിയുടെ താക്കോൽക്കാരനുമായി അടുത്തു നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് ശരിയായ കാര്യം. പാർട്ടി ചെയർമാൻ ആർക്കെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുന്ന കാര്യം ആലോചിച്ചാൽ അത് മണത്തു പിടിച്ച് ആ കക്ഷിയുടെ അടുത്ത് ചെന്ന് എന്നെ കാണേണ്ട പോലെ കണ്ടാൽ നിനക്ക് കാര്യങ്ങൾ ശരിയാക്കി തരും, ഇല്ലെങ്കിൽ നിനക്കൊന്നും കിട്ടുകയില്ല, ഗോവിന്ദ എന്നാണ് ഇയാൾ നേരിട്ടും ശിങ്കടി മുഖേനയും പറയുന്നത്. പാർട്ടി പ്രവർത്തകരെ ഒന്നിനും കൊള്ളില്ല. അന്യ പാർട്ടിയിൽ നിന്ന് ചേക്കേറുന്നവർക്ക് മാത്രമേ രാഷ്ട്രീയ ബോധമുള്ളൂ എന്ന് കരുതി അവർക്ക് പാർട്ടി അനുവദിക്കുന്ന തുച്ഛമായ നിയമസഭാ സീറ്റുകൾ നൽകി പാർട്ടി പ്രവർത്തകരെ അവഹേളിക്കുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് പ്രവർത്തകർ അടക്കം പറയുന്നത്. ഇത് പാർട്ടി പ്രവർത്തകരുടെ വീര്യം നഷ്ടപ്പെടുത്തും. പണിയെടുക്കാൻ ഒരു കൂട്ടരും ഫലം പറിക്കാൻ മറ്റൊരു കൂട്ടരും എന്നാണ് ഇന്നത്തെ അവസ്ഥ. പണ്ടുള്ളവർ പറയുന്ന പോലെ അടികൊള്ളാൻ ചെണ്ടയും പണം പറ്റാൻ ആരാരും. അടുത്ത പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിക്കാൻ പലരും കാത്തുവച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിൽ പോയി പണിയെടുത്ത് തിരിച്ചു വരുന്നവരെ തിരിച്ചെടുക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരാളെ പാർട്ടിയിൽ എടുക്കേണ്ടി വന്നാൽ അയാളെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങളൊന്നും കൊടുത്ത് സിംഹാസനത്തിൽ ഇരുത്തരുത്. തുടർഭരണം ലഭ്യമാണെങ്കിൽ ഒരുപക്ഷെ കിട്ടുമെങ്കിൽ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഓരോ ബോർഡ് മെമ്പർമാരെ വീതം ചോദിച്ചു വാങ്ങണം. അത് കോട്ടയം ജില്ലയിലുള്ളവർക്ക് മാത്രം വീതം വയ്ക്കാതെ മറ്റ് 13 ജില്ലകൾക്കും തുല്യമായി വീതം വയ്ക്കണം. എങ്കിൽ മാത്രമേ പാർട്ടി എല്ലാ ജില്ലയിലും വളർത്തിയെടുക്കാൻ സാധിക്കൂ. നോമിനിയായി മന്ത്രിസഭയിൽ വരുന്നവരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളുകളെ നിശ്ചയിക്കുമ്പോൾ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണം. മാണിസാറിന്റെ കാലം മുതൽ ഞെറുവിനെ പോലെ കടിച്ചു തൂങ്ങി ഊറ്റാവുന്നതിന്റെ മൊത്തം ഊറ്റി കുടിക്കുന്ന ഈനാമീച്ചകളെ ഒഴിവാക്കണം. ഇവനെ പോലെയുള്ളവർ അത് ദുരുപയോഗം ചെയ്യുന്നതായി ചെയർമാന്റെയും പാർട്ടി നേതാക്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ട് നടപടി സ്വീകരിക്കാത്തതിൽ പ്രവർത്തകർക്ക് ശക്തമായ അമർഷമുണ്ട്. റോഷിയുടെ സ്റ്റാഫിലും കയറിപ്പറ്റി റോഷിക്ക് പേരുദോഷം ഉണ്ടാക്കി കൊടുത്ത ഏഭ്യനെ പാർട്ടിക്കാർ കണ്ടാൽ കല്ലെറി ആ അവസ്ഥയിലായി. പാർട്ടി പ്രവർത്തകർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ മറ്റു പാർട്ടിക്കാരെ ബന്ധപ്പെടേണ്ട അവസ്ഥയായിരുന്നു. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ പലരെയും കച്ചവടക്കാർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ചെയർമാൻ വിശ്വസിച്ച് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്ന പലരും നിയമസഭാ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ ഇട്ടെറിഞ്ഞു പോയത് പാഠമായി സ്വീകരിക്കണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദ് ഇക്ബാലും എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടോമിയും ഡെന്നിസ് ആന്റണിയും ഒക്കെ. കേവലം ഒരു പഞ്ചായത്ത് മെമ്പറോ സഹകരണ സംഘം അംഗമാകാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്തവന്മാരെയൊക്കെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചിട്ട് പാർട്ടിക്ക് എന്ത് ലാഭമാണ് ഉണ്ടായത്?
കോൺഗ്രസിലെ കേവല 4-അംഗ അംഗമായിരുന്ന ഡെന്നീസ് ആന്റണിയെ ചാലക്കുടിയിൽ മത്സരിപ്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 35,000 വോട്ടിന് ജയിച്ച സീറ്റിൽ തോൽവി ഏറ്റുവാങ്ങിയില്ലേ? എന്നിട്ടും ആ സീറ്റ് മോഹിക്കാൻ ഡെന്നീസ് ആന്റണിക്ക് എന്ത് അർഹതയാണ് ഉണ്ടായിരുന്നത്? ഒടുവിൽ പാർട്ടി ചെയർമാനെ പിതൃസ്തുതി നടത്തി ഇറങ്ങിപ്പോയി. അതാണ് നടന്നത്. കേരള കോൺഗ്രസിലെ താക്കോൽക്കാരൻ നേതാവിനെ റിസോർട്ടുകളിൽ കൊണ്ടുപോയി സൽക്കരിക്കുകയും കാണേണ്ട പോലെ കാണുകയും ചെയ്താൽ മാത്രമേ പാർട്ടി സ്ഥാനങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥ വരെ പാർട്ടിയിലുണ്ടായി. അങ്ങനെ ജില്ലാ പ്രസിഡന്റായ ഒരാളാണ് ടോമി. എവിടുന്നോ ചുറ്റിത്തിരിഞ്ഞ് പാർട്ടിയിൽ വന്ന ഉടനെ അവനെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് നൽകി അവിടെ മത്സരിപ്പിക്കാനിരുന്ന യഥാർത്ഥ പാർട്ടിക്കാരനെ പാർട്ടി വിട്ടുപോകാൻ അവസരമുണ്ടാക്കി കൊടുത്തത് മാത്രമാണ് ടോമി ജോസഫ് പാർട്ടിക്ക് നൽകിയ സേവനം. പിന്നീട് താക്കോൽക്കാരന് വലിയ രീതിയിലുള്ള ചില സൗജന്യങ്ങൾ നൽകിയെന്ന് ഇയാൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ സീറ്റില്ലെന്നറിഞ്ഞപ്പോൾ അയാളും തെറി പറഞ്ഞ് ഇറങ്ങിപ്പോയി. താക്കോൽക്കാരൻ സ്വന്തമായി 5 MLA-മാരെ സൃഷ്ടിച്ച് പാർട്ടി ഹൈജാക്ക് ചെയ്യാമെന്ന് കരുതിയിരുന്നതാണ് ഇത്തവണ നിഷ്പ്രഭമായി തീർന്നത്. പാർട്ടിയിൽ സമാന്തര സംഘടനാ സംവിധാനം ഉണ്ടാക്കുകയായിരുന്നു താക്കോൽക്കാരൻ ചെയ്തിരുന്നത്. അയാൾക്ക് ഇഷ്ടമില്ലാത്തവരെ പറ്റി ചെയർമാന്റെ ചെവിയിൽ പരദൂഷണം പറയുന്നതായിരുന്നു ഇയാളുടെ പ്രധാന ഹോബി. ഇയാൾ പറയുന്നത് മാത്രം കേൾക്കുന്ന അവസ്ഥയിലേക്ക് ചെയർമാൻ തരംതാണു പോയി എന്നാണ് ഇയാൾ പ്രചരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അർഹതയുള്ളവരെ മാത്രമേ ഏൽപ്പിക്കാവൂ എന്നാണ് ഇപ്പോൾ പാർട്ടിക്കാർ അടക്കം പറയുന്നത്.